ഞാനെത്തുമ്പോൾ സ്പോട്ടിലെത്തുമ്പോൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് നിൽക്കുന്ന കാണണം. അങ്ങനെ ഞങ്ങൾ കാറിലുള്ള ബാക്കിൽ നിന്ന് ഞാനൊരു പെൺകുട്ടിനെ എടുത്ത് നേരെ റിലീഫിലേക്ക് പോന്നു. അങ്ങനെ ബസ് ബാക്ക് എടുക്കുമ്പോൾ കാർ അതിൻ്റെ ഒപ്പം പോവാണ്. കാർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ബസ് ഇങ്ങോട്ട് പോരുമായിരുന്നു. അത്രയും അങ്ങനെ കൂട്ടിയിടിച്ചിട്ട് ബാക്കിലുള്ള 2 സ്ത്രീകളാണ് മരിച്ചത്. പിന്നെ മുന്നിലുള്ള ഡ്രൈവറും മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ ആളെടുത്തിട്ട് ഈ ഗൾഫ് പോയവൻ്റെ വൈഫിനെ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് നേരെ റിലീഫിലേക്ക് പോരുന്നത്. റിലീഫിൽ നിന്ന് ആ കുട്ടീനെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ കുട്ടീൻ്റെ ഒരു ഇബ്രാഹിംക്ക എന്ന് പറഞ്ഞ മൂപ്പര മകളും പിന്നെ ആ മകളെ അമ്മായിമ്മയാണ് ഇവിടെ കൊണ്ടുപോയിട്ട് റിലീഫിൽ മരിച്ചു കിടക്കുന്നത്. പിന്നെ ഇബ്രാഹിംഖാനാണ്. അപ്പോൾ ഇബ്രാഹിംഖാൻ ഇവിടുന്ന് കുറച്ച് സീരിയസ് ആയി അത്യാവശ്യം നല്ല സീരിയസ് ആണ്. മൂപ്പര ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പോലീസ് എൻക്വയറി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പോസ്റ്റ്മോർട്ടത്തിനുള്ള ഇവിടുന്ന് മഞ്ചേരിക്ക് 2 ബോഡി ഇവിടുന്ന് പോകും. കൊണ്ടോട്ടി മൊറയൂരിലുണ്ടായ അപകടത്തിൽ മരിച്ചത് പ്രതിശ്രുത വരൻ ഉൾപ്പെടെ 3 പേർ. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി കാറിൽ മടങ്ങുകയായിരുന്നതിനിടെയാണ് അപകടം. മണ്ണാർക്കാട് കാരക്കുറിശി പുല്ലശ്ശേരി ചീരന്തടയൻ സിദ്ദിഖിന്റെ മകൻ 24 വയസ്സുകാരൻ ഷിയാസ്, പാലക്കാട് കൽപ്പാത്തി ശംഖുവരത്തോട് ഹൈദരാലിയുടെ ഭാര്യ 42 വയസ്സുകാരി സക്കീന, പാണ്ടിക്കാട് മേലാറ്റൂർ കൊളപ്പറമ്പ് പറക്കാടൻ സാജിദയുടെ മകൾ 19 വയസ്സുകാരി ബാസില എന്നിവരാണ് മരിച്ചത്. ഷിയാസിന്റെ വിവാഹം അടുത്ത മാസം നടത്താനിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്ന് വ്യാഴാഴ്ച രാവിലെ 8:30 ദേശീയപാതയിലായിരുന്നു അപകടം. സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചെന്നപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കാറ് കുടുങ്ങി കിടക്കണതാണ് കണ്ടത്. അപ്പോൾ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിക്കാണ്ട് വലിച്ചെടുത്ത് അങ്ങനെ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ കൊടുന്നു. അതിൽ 2 ആൾ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു. ഒരാൾ മഞ്ചേരി ജില്ലാസ്പത്രിയിലും മരിച്ചു. കാരണം 3 പേര് മരിച്ചു. 2 സ്ത്രീകളും 1 ആണാണ് മരിച്ചത്. പിന്നെ 2 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സും മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന കാറും മൊറയൂർ വാലഞ്ചേരിയിൽ കൂട്ടിയിടിച്ചു. മരിച്ചവർ കാർ യാത്രക്കാരാണ്. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരുക്കേറ്റ മറ്റു യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് എയർ 1.